അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് താരീഖിന്റെ പരീക്ഷയാണ് നടക്കുന്നത്. അത്തരം വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം പാദവാർഷിക പരീക്ഷ നടത്തിയ അഥവാ 2023-24 വർഷത്തെ താരീഖിന്റെ ചോദ്യപേപ്പറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിന്റെ ഉത്തരങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് ചോദ്യം ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം എടുത്ത് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്ന്, കാന മിൻ ഖവാസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സ്വന്തക്കാരിൽ പെട്ടവരായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഹാമിലു ലിവായിൽ അൻസ്വാരി യൗമ ബദർ, ബദർ യുദ്ധത്തിലെ ബദർ ദിവസം അൻസാറുടെ പതാക വഹിച്ചിരുന്നത് ആരാണ്? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. 3, കുനിയത്തു ഹംസ റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹുവിന്റെ വിളിപ്പേര് എന്താണ്? അബു ഉമാറ. 4, കാത്തിലു ഹംസ റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹുവിനെ കൊന്നത് ആരാണ്? വഹ്ശി. 5, അഫ്ളലു ഹാദിൽ ഉമ്മത്തിൽ മുഹമ്മദിയ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായത് ആരാണ്? സഹാബത്ത്. 6, ഉസ്തുഷിദ ഹംസ റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായത് ഏത് യുദ്ധത്തിലായിരുന്നു? ഫി ഉഹുദ് യുദ്ധത്തിൽ. 7, ഇബ്നു അമ്മി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഉപ്പയുടെ സഹോദരന്റെ മകനാണ് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. 8, ഉസ്തുഷിദ ജാഫർ റളിയല്ലാഹു അൻഹു, ജാഫർ റളിയല്ലാഹു അൻഹു ഷഹീദായത് ഏത് യുദ്ധത്തിലാണ്? ഫിൽ മുഅ്തദ് യുദ്ധത്തിൽ. 2, മനിൽ ഖായിൽ, ആരാണ് ഇത് പറഞ്ഞത് എന്നാണ് എഴുതേണ്ടത്. അത്തശ്തിമുഹു ഫഅന അലാ ദീനിഹി, നീ അദ്ദേഹത്തെ ചീത്ത പറയുന്നുവോ? ഞാൻ അദ്ദേഹത്തിന്റെ മതത്തിലാണ്. ഹംസ റളിയല്ലാഹു അൻഹു ആണ് ഇത് പറഞ്ഞത്. 2, താരിഫു സിറഹു ബഅദു, ഇതിന്റെ രഹസ്യം പിന്നീട് നിനക്ക് അറിയാം. ഇത് പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാം ആകുന്നു. 3, ഹാദാ റഅസു റഈസിൽ അഅദായി, ഇതാണ് ശത്രുക്കളുടെ നേതാവിന്റെ തല. ഇത് പറഞ്ഞിരിക്കുന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. 4, ഇഖ്തസൽ അർശു ലി വഫാത്തി സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹുവിന്റെ വഫാത്ത് അറിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ സിംഹാസനം വിറച്ചു, അള്ളാഹുവിന്റെ അർശ് വിറച്ചു. ഇത് പറഞ്ഞിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്നു. ടൈപ്പ് ചോദ്യം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. 1, അസ്ഹാബി കന്നുജും അയ്യിഹിമുൻ ഇഖ്തദൈത്തും, എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരെ ആരെ പിൻപറ്റിയാലും നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കും. 2, കാല സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഇന്നി യാ റസൂലല്ലാഹ് ലിമാ അറത്ത ഫനഹനു മഅക, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകും, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. 3, ലഖദ് റഅയ്തു ജഅഫറൻ ഫിൽ ജന്ന ലഹു ജനാഹാനി മുലർരിജാനി ബിദ്ദിമാ, തീർച്ചയായും ജഅഫർ റളിയല്ലാഹുവിനെ ഞാൻ കണ്ടു സ്വർഗത്തിൽ 2 ചിറകുള്ളതായിട്ട്, ആ 2 ചിറകും രക്തം കൊണ്ട് ചായം പൂശിയതായിരുന്നു. 4, അജ്ബ് ഉത്തരം എഴുതുക. അസ്സിലത്തു ബൈന ഹംസ റളിയല്ലാഹു അൻഹു വൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം മാഹിയ, ഹംസ റളിയല്ലാഹു അൻഹുവും നബി തങ്ങളും തമ്മിലുള്ള ബന്ധം, കുടുംബ ബന്ധം എന്താണ്? അമ്മു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അഖൂഹു മിനൽ റളാഅ, നബി തങ്ങളുടെ ഉപ്പയുടെ സഹോദരനും അതുപോലെ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരനും ആകുന്നു. 2,
അസ്ലമ ഹംസ റളിയല്ലാഹു അൻഹു മത്ത. ഹംസ റളിയല്ലാഹു അൻഹു എപ്പോഴാണ് ഇസ്ലാം സ്വീകരിച്ചത്? ഫി സനത്തി സാനിയത്തി മിനൽ ബിഅസത്തി, പ്രവാചകത്വത്തിന്റെ 2ാം വർഷത്തിലാണ്. 3. കം അദദു മൻ ഷഹിദ മിനൽ മലായിക്കത്തി ഹീന വഫാത്തി സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം എത്ര മലക്കുകളാണ് അവിടെ സന്നിഹിതരായത്, ഹാജരായത്, സാക്ഷ്യം വഹിച്ചത്? 70,000, 70,000. 4. അർസലത്ത് ഖുറൈശുൻ റജുലൈനി ഇലാ നജാശി മൻഹുമ. നജാശി രാജാവിന്റെ അടുത്തേക്ക് ഖുറൈശികളെ 2 ആളുകളെ പറഞ്ഞയച്ചു. അവർ ആരെല്ലാമാണ്? 1 അംർ ബിൻ ആസ്, 2ാമത്തത് ഉമാറത്ത് ബിൻ വലീദ്. 5. വിശദീകരിക്കുക. സിന്ന ജാഫർ റളിയല്ലാഹു അൻഹു. ജാഫർ റളിയല്ലാഹുവിന്റെ വയസ്സ് എത്രയാണ്? 39. 2 മദ്ഫനു ഇബ്നു മസൂദ്. ഇബ്നു മസൂദ് റളിയല്ലാഹുവിന്റെ വഫാത്തായ മറവ് ചെയ്ത സ്ഥലം എവിടെയാണ്? ജന്നത്തുൽ ബഖി ആണ്. 3 സിന്ന് ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹുവിന്റെ വയസ്സ് എത്രയാണ്? 58. 6. കമ്മിൽ പൂർത്തിയാക്കുക, പൂരിപ്പിക്കുക. അസ്സഹാബത്തു ഹുമുല്ലദീന അല്ലമുൽ ഉമ്മത്ത അൽ ഖുർആനുൽ കരീം വസ്സുനന വൽ ആസാറ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയുമാണ് ഈ ചോദ്യ പേപ്പറുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.